ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിനു മുന്നേ അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനവുമായിട്ട് ഇന്ത്യക്കെതിരെ വരാൻ പോകുന്നു, അടുത്ത യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ മന്ത്രിയാണ്. അതായത് അത് മാത്രമല്ല, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മുമ്പ് ഭരണപക്ഷത്തും ഇപ്പോൾ എങ്ങും അല്ലാത്ത രീതി പാകിസ്ഥാനിൽ നിൽക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പാർലമെൻ്ററി നേതാവും കൂടിയാണ് ബിലാവൽ ഭൂട്ടോ, ബേനസീർ ഭൂട്ടോയുടെ മകൻ. അദ്ദേഹം ഈ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യും എന്നവർ പറയുന്നത്. അതായത് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യ വെള്ളം വിട്ടു തന്നില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകാൻ വരെ ഞങ്ങൾ ഒരുക്കമാണ് എന്നാണ് ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ഇന്ത്യ ഈ പറയുന്ന വെള്ളം തടഞ്ഞു വെക്കുന്നു, അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നു, ഭീകരവാദികളെ ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല, പിന്നെ FATFിൻ്റെ അതിൻ്റെ പേരിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ FATF എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് സംശയം തോന്നും. അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. അതായത് G7 രാജ്യങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ രൂപീകൃതമായ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഈ FATF. അത് 1989 രൂപീകൃതമായ ഈ സംഘടന ഉദ്ദേശിക്കുന്നത് ഈ കള്ളപ്പണവും തീവ്രവാദ സംഘടനകൾക്ക് പണം എത്തുന്നതും അത് സംബന്ധിച്ച് ഉള്ള അന്വേഷണവും നിരീക്ഷണവും ഒക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം FATF 2022 വരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു, അതായത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ നിരവധി ഭീകരവാദ കേന്ദ്രങ്ങൾക്കും ഭീകരവാദികൾക്കും സഹായങ്ങൾ നൽകുന്നു എന്ന് FATF കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് അത് മാറ്റിയിരുന്നു. പക്ഷേ ഇന്ത്യ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വീണ്ടും FATFനെ സമീപിച്ചു. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം നടത്തിയൊരു നിഗമനമുണ്ട്. അതായത് പഹൽഗാം ഭീകരാക്രമണം കൃത്യമായ ഫണ്ടിങ് ഇല്ലാതെ നടക്കില്ല എന്നവർ കണ്ടെത്തി, അല്ലെങ്കിൽ അവരുടെ നിഗമനം അതാണ്. അപ്പോൾ ഇന്ത്യയുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് FATFൻ്റെ കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും പാകിസ്ഥാനെ വീണ്ടും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത്തരത്തിൽ FATFൻ്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തിന് ഈ രീതിയിലുള്ള തീവ്രവാദ വിരുദ്ധ സഹായങ്ങൾ, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ സഹായങ്ങൾ കിട്ടുന്നത് ഒഴിവാക്കപ്പെടും. കാര്യം ഓൾറെഡി കരിമ്പട്ടികയിൽ പെട്ട ഒരു രാജ്യമാണെന്നത്. അപ്പോൾ പാകിസ്ഥാനെ വീണ്ടും FATFൻ്റെ കരിമ്പട്ടികയിൽ പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇപ്പോൾ ഈ ബിലാവൽ ഭൂട്ടോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി, അതായത് വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധം നടത്തും എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അമിത് ഷാ കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. നമ്മൾ ഈ സിന്ധു നദീജല കരാർ ഇനി പുനഃപരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്ന്. അപ്പോൾ പാകിസ്ഥാനിൽ ഇതിനോടകം തന്നെ അവിടെ കടുത്ത കുടിവെള്ളക്ഷാമമുണ്ട്, കൃഷി വല്ലാണ്ട് നശിച്ചിട്ടുണ്ട്. കാര്യം ഈ സിന്ധു നദി എന്ന് പറയുന്ന നദി ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഒഴുകുന്നെങ്കിലും അതിൻ്റെ ഏറിയ പങ്കും ഒഴുകി മാറുന്നത് പാകിസ്ഥാനിൽ കൂടിയാണ്. പാകിസ്ഥാൻ രാജ്യത്തെ ഒരറ്റത്തു നിന്ന് മറ്റൊരു അറ്റം വരെ ഈ സിന്ധു നദി പോകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഈ സിന്ധു നദിയിലെ ഏതാണ്ട് 80% വെള്ളം ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. അവിടുത്തെ ഏതാണ്ട് ഈ നദീതടത്തിലെ ഏതാണ്ട് 90% പേരും ഈ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഒന്നെങ്കിൽ അതുകൊണ്ട് ഉപജീവനം കഴിയുന്നവരോ അല്ലെങ്കിൽ ഈ നദിയിൽ നിന്ന് ഉള്ള വെള്ളം ഉപയോഗിച്ച് മറ്റു കാര്യങ്ങൾ വിനിയോഗിക്കുന്നവരോ ആണ്. അതുമാത്രമല്ല, ഈ പറയുന്ന സിന്ധു നദിയിലെ വെള്ളം ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ജലവൈദ്യുത പദ്ധതികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൃഷിയുണ്ട്, വൈദ്യുത നിലയങ്ങളുണ്ട്, ഇതിനൊക്കെ ഈ സിന്ധു നദീജല അത്യാവശ്യമാണ്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ ഈ കരാർ പ്രകാരം ഈ നദിയിൽ നിന്നുള്ള ഒഴുക്ക് തടഞ്ഞു വച്ചിരിക്കുന്നത്. അത് ഇന്ത്യ ആ വെള്ളം തദ്ദേശീയമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വിവിധ കനാലുകളൊക്കെ നിർമ്മിച്ച് ഈ വെള്ളത്തെ രാജസ്ഥാനിൽ എത്തിക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ കരാർ എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 1960 എഴുതപ്പെട്ട ഈ സിന്ധു നദീജല കരാർ പ്രകാരം ഈ പറയുന്ന പോലെ വെള്ളത്തിൻ്റെ ഏറിയ പങ്കും പാകിസ്ഥാനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന സമയത്ത് പോലും റദ്ദിയാത്തൊരു കരാറായിരുന്നു ഈ സിന്ധു നദീജല. അതെ, ആ സമയത്ത് പോലും അവിടുത്തെ ജനങ്ങളെ കരുതി, അല്ലെങ്കിൽ സാധാരണക്കാരെ കരുതി, നമ്മൾ സിവിലിയൻസിനെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു നടപടിയും എടുക്കില്ലായിരുന്നു. അപ്പോൾ ആ പ്രശ്നം കൊണ്ട് നമ്മൾ ആ സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞു വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ
നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പാകിസ്ഥാനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഈ വെള്ളം മുഴുവൻ പാകിസ്ഥാൻ കൊണ്ടുപോകുന്നു, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് കാലാനുസൃതമായി നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു, നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു, നമുക്ക് കുറേ കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്, കുറേ കൂടി കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കരാറൊന്ന് പുനഃപരിശോധിക്കണം. പല അണക്കെട്ടുകളും കാലഹരണപ്പെട്ട് അത് രണ്ടാമത് നിർമ്മിക്കേണ്ട അവസ്ഥയിലും കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടും അവരനുകൂലമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പോഴാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നതും നമ്മൾ സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മൾ പാകിസ്ഥാനോട് പറഞ്ഞു, നമ്മൾ വെള്ളം തരാം, പക്ഷേ നിങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ഭീകരരെ നമുക്ക് ഇന്ത്യയിലേക്ക് വിട്ടുതരാം. അതോടൊപ്പം തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തടയാനായിട്ട് ഫലപ്രദമായതും ഇന്ത്യക്ക് ബോധ്യമാകുന്നതുമായ നടപടി എടുക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ഉറപ്പുവരുത്താതെ ഒരു കാരണവശാലും വെള്ളം കൊടുക്കില്ല എന്ന് ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഈ വെള്ളം എത്ര കാലം ഇങ്ങനെ തടഞ്ഞു വെക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. പക്ഷേ നമ്മളിപ്പോൾ കനാൽ മാർഗം ആ വെള്ളം നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് ഉള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി വെള്ളം തടഞ്ഞു വെച്ചാൽ അത് ഒഴുക്കി കളയണ്ടേ എന്നുള്ള ചോദ്യം ഇനി അപ്രസക്തമാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലുണ്ട്. ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ ഇങ്ങനെ പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ ഈ നേരെ ലോകവേദികളിലെല്ലാം തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ UN-ൽ പോയി അവരുടെ അംബാസഡർ ഇന്ത്യ കുടിവെള്ളത്തെ യുദ്ധോപാധിയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. ഈ സിന്ധു നദീജല കരാറെന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടൊരു കരാറാണ്. പക്ഷേ പാകിസ്ഥാൻ ആ കരാറിൻ്റെ അന്തസത്ത ഒരിക്കലും പാലിച്ചിട്ടില്ല. ഇന്ത്യക്ക് നേരെ നിരന്തരമായി ഭീകരാക്രമണം നടത്തുന്നു, ഭീകരവാദ പ്രവർത്തനങ്ങളെ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾക്കെതിരെ പോലും ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ത്യ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കരാർ പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഇതുവരെ അതിന് നടപടിയെടുത്തിട്ടില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ കരാർ റദ്ദ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അവർക്ക് കിട്ടുന്ന വേദികളിലെല്ലാം ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ ജലവിഭവ മന്ത്രാലയത്തിന് നിരന്തരമായി കത്തയക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ ഇതുവരെ ഒരു കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ ഉടനെയെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഈ ഒരു ആവശ്യം അങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത. പിന്നെ ബിലാവൽ ഭൂട്ടോ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ആ ഒരു ഭീഷണിക്കപ്പുറം ഇനിയൊരു യുദ്ധത്തിനുള്ള പാങ്ങ് പാകിസ്ഥാൻ ഉണ്ടോ എന്നും അറിയില്ല.